നമസ്കാരം, അരുണാണ്. ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ന് എല്ലാവരും കയറിയിരിക്കുന്നത് എന്താ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്ന് കയറിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിച്ചണിൽ ഞാനാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കൂടെയാണ് ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ. അപ്പോൾ സുമി എണീക്കുന്നേ ഉള്ളൂ, ക്ഷീണമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ രാവിലെ സമയം 6 മണിയായി. അപ്പോൾ 6 മണിയാകുമ്പോൾ നമ്മൾ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഭർത്താക്കന്മാരുടെ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സോ ചപ്പാത്തിയൊക്കെ പരത്താനും ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ കുറച്ച് ദിവസമായിട്ട് ഞാൻ തന്നെയാണ് കിച്ചണിൽ. ഇപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ തന്നെയാണ് കിച്ചണിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കുക്കിനെയൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു. സുമിയായിരുന്നു, സുമി തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സോ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ നടക്കത്തില്ല. കാരണം സുമിക്കാണ് ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സുമി വേഗം ചപ്പാത്തി ഉണ്ടാക്കി റെഡിയാക്കുമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചാൾ മഴയൊക്കെ ആയിട്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സുമീൻ്റെ കൂടെ തന്നെയാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയം കൊണ്ട് ഞാനവനെ ചപ്പാത്തി ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. കറി ഉണ്ടാക്കാനൊന്നും പഠിപ്പിച്ചു വരുന്നുണ്ട്, സമയം എടുക്കുന്നു നമ്മൾ അതിന് വേണ്ടി നിന്നേര്. നമ്മുടെ കുക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്താ നല്ല റൗണ്ട് ചപ്പാത്തി ഇടണം. ജെറാൾഡിന് ചപ്പാത്തിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ജയരാജ് അവിടെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പാത്രം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കട്ടെ, എന്നിട്ട് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പറ്റി നോക്കാം. കുറച്ച് യൂട്യൂബൊക്കെ നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. സോ അപ്പോൾ നമുക്ക് 2 മുട്ട ആയത് തന്നെ പുഴുങ്ങാൻ വെക്കാം കേട്ടോ. മുട്ട പുഴുങ്ങിയിട്ടാണ് അടുത്ത പരിപാടി. തങ്കോടെ ഒച്ച ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. ഇവിടെ പാത്രം അനങ്ങുന്ന ഒച്ച കേട്ടാൽ മതി, മച്ചാന് മനസ്സിലാവും നമ്മൾ എണീച്ചു എന്നുള്ളത്. മുട്ടയൊക്കെ കഴുകിയിട്ട് വേണം പുഴുങ്ങാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ആദ്യം തന്നെ ജയരാജ് അവിടെ ചപ്പാത്തിക്കുള്ള മാവ് കുറച്ച് ചെറുതാക്കി ചൂടാക്കി കുറുക്കിയെടുക്കണ്ടോ. ഈ ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കാൻ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടു കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ സോഫ്റ്റായിട്ട് ചപ്പാത്തി ഹാർഡായി പോകാതിരിക്കാൻ ചപ്പാത്തി കിട്ടാനുള്ള പ്രത്യേകതയാണ്. കുറച്ച് ചപ്പാത്തി ഫ്ലവർ എടുത്ത് ചൂടുവെള്ളത്തിൽ എന്താ പറയുക ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ചപ്പാത്തിപ്പൊടി ഇട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടുന്നുള്ളതാണ്. അത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ തന്നെയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ് ചപ്പാത്തി. അപ്പം ചപ്പാത്തി സുമി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ നമ്മളൊരു പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടക്കറി കേട്ടോ. മുട്ടക്കറി ഇങ്ങനത്തെ മസാലയുള്ള കറികളൊക്കെ ശരിക്കും പറഞ്ഞാൽ സുമി ഇപ്പോഴാണ് കഴിക്കാൻ തുടങ്ങിയത്. അതുവരെ ഇതൊന്നും പറ്റില്ലായിരുന്നു. ടെററായിട്ടൊരു സമയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ രാവിലെ എണീച്ച് വിശന്ന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് രാവിലെ എണീച്ച് ഫുഡ് ഉണ്ടാക്കും. ഉണ്ടാക്കി കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ സ്മെല്ല്, ഇവിടെ കുക്ക് ചെയ്യാൻ സ്മെല്ല് വരുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് ഓടിക്കൊള്ളാൻ പറയും. അങ്ങനെ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റാതെ ഈ ഛർദിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മാനേജർ ഹൗസിൽ നമ്മുടെ അപ്പുറത്ത് ബാച്ചിലേഴ്സിൻ്റെ കൂടെ പോയി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടു. അവിടെ ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പോഴും പ്രശ്നം ഛർദിയാണ്, ഭക്ഷണം പറ്റുന്നില്ല. പിന്നെ ഞാൻ കരുതി എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ പല പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പിന്നെ പച്ച ചപ്പാത്തി തിന്നേണ്ട അവസ്ഥയായി. പല കാര്യങ്ങളും അരിയുടെ സ്മെല്ല്, തങ്കുവിൻ്റെ ഫുഡ് കൂടെ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ആ ഒരു സിറ്റുവേഷൻസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഓരോ ആളുകളും ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാകും, ഒറ്റയ്ക്ക് താമസിക്കുന്ന ചേച്ചിമാരുണ്ടാവും, അമ്മമാരുണ്ടാവും, വീട്ടിൽ ഒരുപാട് പണികളുള്ള അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ നേരിട്ടത് എന്നൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നാറുണ്ട് കേട്ടോ. കാരണം ചില ആൾക്കാരൊക്കെ സിറ്റുവേഷൻസ് അങ്ങനെയായിരിക്കും, വീട്ടിൽ ഒരുപാട് പണിയുണ്ടാവും. ചിലപ്പോൾ അതൊന്നും മനസ്സിലാക്കാത്ത ആളുകളായിരിക്കും വീട്ടിലുണ്ടാവുക. ഇതൊക്കെ ഞങ്ങൾ കുറേ അനുഭവിച്ചാണ്. ഞങ്ങൾ 5 മക്കളെ പെറ്റതാണ്, ഞങ്ങൾ 10 മക്കളെ പെറ്റതാണെന്ന് പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷേ ഓരോ മനുഷ്യരും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുറേ കസിൻസ് ഉണ്ടായിരുന്നു. എൻ്റെ സ്വന്തം ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞമ്മമാരുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ എല്ലാം പ്രഗ്നൻസിയും ഇതൊക്കെ നമ്മൾ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ കണ്ടു വളർന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ളതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല. അപ്പോൾ സുമി ഇത് വയ്യാന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും ഞാൻ പറയും ഇത് ഇതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു കൊടുക്കുകയും സുമീനെ സംബന്ധിച്ചോളം ഇത് ഈ ശരീരത്തിന് ചെറിയ ഇഞ്ചക്ഷൻ വെക്കുന്ന വേദന പോലും സുമിക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത്. സുമിക്ക് അതിന് അപ്പോഴും കൂടെ കരയാറുണ്ട്. അപ്പോൾ സുമി ഇവിടെ വെറുതെ ഇരുന്ന് കരയും, എനിക്ക് ഭയങ്കര വേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് മരുന്ന് കൊടുക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് ഒരു തരത്തിലുള്ള മരുന്ന് കഴിക്കാൻ പറ്റില്ല, വേറെ ഓപ്ഷൻസ് ഇല്ല. തളർന്നു പോയി കഴിഞ്ഞാൽ
നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് കൊണ്ടുപോയി ഗ്ലൂക്കോസ് ഇടാം ഹോസ്പിറ്റലിൽ പോയിട്ട്, അതിനുള്ള സംവിധാനം അവിടെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ പല ആളുകൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ നീ മാത്രമല്ല ആദ്യമായിട്ടല്ല ഇവിടെ പ്രഗ്നൻ്റ് ആകുന്നത് അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ടാകും. പക്ഷേ ആ സിറ്റുവേഷൻ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണെന്നുള്ളതാണ്. അവരുടെ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റും. ചില ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരിക്കും, കരച്ചിലായിരിക്കും. സുമിയെ സംബന്ധിച്ചോളം ചെറിയ പെയിൻ പോലെ വരുമ്പോഴത്തേക്കും ഭയങ്കരമാണ് ജോയിൻറ്റ് പെയിൻസ്, നമ്മുടെ ബോഡി മുഴുവനായിട്ട് നമ്മുടെ വീക്കാകുന്നുള്ളത്, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മസിൽസുകളും എന്താ പറയുക വീക്കാകുന്നൊരു സമയമാണ്. അവർക്ക് തീരെ ആരോഗ്യമില്ലാത്ത സമയമായിരിക്കും, നടക്കാൻ പോയാലും നിൽക്കാൻ പോയാലും അങ്ങനത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഈ ഒരു സമയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആളെന്ന അവസ്ഥയിൽ എനിക്ക് മനസ്സിലാകുന്നത് ഈ പ്രസവ വേദനയൊന്നും അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ അതൊക്കെ ആ ഒരു നിമിഷം കൊണ്ട് തീർന്നു പോകുന്ന സാധനമാണ്. പക്ഷേങ്കിൽ ഈ ഒരു ഫസ്റ്റ് 3 മാസത്തെ പീരീഡ് എന്നൊക്കെ പറയുന്നത് ആളുകളെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഛർദി എന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ചിട്ട് എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റും. നമുക്ക് തന്നെ കാണുമ്പോൾ പേടിയാവും, തളർന്നു പോകും, നമ്മൾ താങ്ങിയെടുത്ത് കൊണ്ടേണ്ട അവസ്ഥയാണ് ഛർദ്ദിച്ചിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിലൊക്കെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊക്കെ ഞാനിങ്ങനെ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ സങ്കടം തോന്നാറുണ്ട്. നമുക്കറിയുന്ന പല ആളുകളുണ്ടാവും ഈ സിറ്റുവേഷനിലൊക്കെ എന്തെല്ലാം പണി എടുക്കണം വീട്ടുകളിൽ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ മനസ്സിലാക്കുക ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ ചിലപ്പോൾ അമ്മ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തി അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിയോ നമ്മുടെ ആരൊക്കെയോ ഈ സിറ്റുവേഷനിൽ കടന്നുപോയി, അവർക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ അവർക്കൊരു കുഴപ്പം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട മറ്റാർക്കെങ്കിലും ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളവരെ ചേർത്ത് പിടിക്കുക, നമുക്ക് പറ്റാവുന്നതൊക്കെ ചെയ്യുക. നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല, അതൊന്നും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതിൻ്റെ സ്മെല്ല് പോലും ഇഷ്ടപ്പെടില്ല. അവരെന്തൊക്കെയാണ് പറയുക, അവരെ വായിന്ന് എന്തൊക്കെയാണ് വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു വലിയ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ സുമി 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. 3 മാസം കഴിഞ്ഞ സമയത്ത് സുമിനെ സംബന്ധിച്ചോളം വലിയ കുഴപ്പമില്ല എന്ന് പറയാം, പക്ഷേ ചില സമയത്ത് എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. സോ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോകണം, മസാലയൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ കഴിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുട്ടക്കറിയുടെ പരിപാടി തുടങ്ങാൻ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ കട്ടിംഗ് ബോർഡിലാണ് ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എപ്പോഴും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എൻ്റെ കട്ടിംഗ് ബോർഡായിട്ട് ഇതാണ്. ഈ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തക്കാളീൻ്റെ ആണെങ്കിലും ചാറും വേസ്റ്റ് എല്ലാം ഒലിച്ച് നമ്മളെ ടേബിൾ ടോപ്പിലേക്ക് വരും. അതിങ്ങനെ ഒലിച്ച് കിടക്കും ഇവിടെയൊക്കെ. അതുപോലെ ചിക്കൻ്റെ പീസ് കട്ട് ചെയ്യാനും മീൻ കട്ട് ചെയ്യാനും എല്ലാത്തിനും വേസ്റ്റ് ഒലിച്ച് ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷേ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ആ ഒരു ടൈപ്പ് ഓഫ് കട്ടിംഗ് ബോർഡ് ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ ആ കട്ടിംഗ് ബോർഡിലാണ് നമ്മളിന്ന് കട്ട് ചെയ്യണം. ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ കട്ടിംഗ് ബോർഡ് മാത്രമല്ല നമ്മുടെ അപ്രോണും കൂടെ ഉപയോഗിക്കാം. എനിക്കാണ് ഏറ്റവും കൂടുതൽ എൻ്റെ പാൻറ്റിൽ നേരെ തേക്കുന്ന ഒരു പ്രശ്നമുള്ളത്. ഇതാണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്രശ്നമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്രോൺ എപ്പോഴും നമ്മൾ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നേരെ നമുക്ക് ഈ ഡ്രസ്സിലേക്ക് കൈ എപ്പോഴും അങ്ങോട്ടേ പോകത്തുള്ളൂ. നമ്മൾ ഈ അടുത്ത് തുണിയിരുന്നാലും പെട്ടെന്ന് കൈ തുടക്കാനുള്ള ഒരു സംഭവം ഇവിടെ പോകുള്ളൂ. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡാണ് ഇത്. സോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ കട്ടിംഗ് ഒക്കെ ചെയ്യാൻ പോകണം കേട്ടോ. അതൊന്ന് വാഷ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഇത് പലരും ഓർഡർ ചെയ്തിട്ടുണ്ടാവും. ഇനിയും ഓർഡർ ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി നമ്മുടെ കട്ടിംഗ് ബോർഡാണ്. അപ്പം നമ്മളുടെ ഈ കട്ടിംഗ് ബോർഡ് കൊണ്ട് ഉപകാരം കണ്ടോ, നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ ഇട്ട് വെക്കാം. ഉള്ളിയുടെ തൊലി പൊളിച്ചിട്ട് ആ തൊലിയൊക്കെ ഇതേപോലെ നമ്മുടെ ബോക്സിൽ കിടന്നോളും. ഒരുപാടൊക്കെ പൊളിക്കുമ്പോൾ നമുക്ക് വേറെ വല്ല പാത്രത്തിലും പൊളിച്ചിടണം കേട്ടോ. എന്താ അറിയുക, ഉള്ളി ചെറുതായിട്ട് ചീഞ്ഞു തുടങ്ങി, അതാണ് കുറേ ഭാഗം ഞാനിങ്ങനെ ചെത്തിക്കളയുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ എന്തെങ്കിലും TV കണ്ടുകൊണ്ടൊക്കെ നിങ്ങൾ ഉള്ളി പൊളിക്കാനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കത് മടി വെച്ച് ഇങ്ങനെ പൊളിക്കാം. ഇപ്പം എന്നിട്ട് ഈ പൊളിച്ച വേസ്റ്റ് ഇടാൻ വേണ്ടി വേറെ പാത്രം കൊണ്ടാക്കേണ്ട ആവശ്യമില്ല, കട്ടിംഗ് ബോർഡിനുള്ളിൽ തന്നെ വെക്കാം. കണ്ടോ, ശരി 2-3 ഉള്ളിയൊക്കെ നിങ്ങൾ അരിയുന്നുണ്ടെങ്കിലാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ഉള്ളിയൊക്കെ പൊളിക്കുന്ന സമയത്ത് ഇത് കൊണ്ടാക്കാൻ പറ്റില്ല. സോ ഉണ്ടോ, ഇപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും ഇത് വേസ്റ്റ് മൊത്തം. സോ നമുക്ക് ഇനി വേസ്റ്റ് എടുത്ത് കളയാൻ വേണമെങ്കിൽ
സോ ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴിഞ്ഞോടെ നമ്മുടെ കട്ടിങ് കൂടെ ഒന്ന് കഴുകിയേക്കാം. കട്ടിങ് ബോർഡും കഴുകിയെടുത്തു. സോ ഇനിയാണ് ഇതിൻ്റെ പരിപാടികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളി അരിയാണിതാ, നമുക്ക് ഉള്ളി അരിയണം. നമ്മളെടുത്തു ഇതിൻ്റെ ഈ കോർണറിലെ സംഭവമാണ് അച്ചിലെ കറച്ച് കറയുണ്ട്. ആ മൂല കിടക്കട്ടെ കട്ടെ. ഇങ്ങനെയുള്ള ഈ മൂല ഞെടുപ്പൊക്കെ നമുക്ക് കട്ടിച്ച് ഈ മൂല വെക്കാം. കണ്ടോ, അതുപോലെ ഇതിൻ്റെ ഈ ഞെടുപ്പൊക്കെ കട്ട് ചെയ്തിട്ട് മൂലയിൽ വെക്കാം. അവിടെ നമ്മൾ വേസ്റ്റ്. സോ ഇനി നമുക്ക് ഉള്ളി അരിയാം. വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ഈ മുട്ടക്കറിക്ക് ഉള്ളി നമ്മൾ കുന അരിഞ്ഞെടുക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ മുട്ടക്കറിയിലേക്ക് ഈ ഉള്ളി അങ്ങോട്ട് അലിഞ്ഞിറങ്ങത്തുള്ളൂ. നല്ല വെന്ത് അലിഞ്ഞോട്ട് ചേരണം. അപ്പോഴാണ് മുട്ടക്കറി കൊണ്ട് ടേസ്റ്റ് ആവുള്ളൂ. കണ്ടത് നമുക്ക് ഞാൻ അതിന് ശേഷം ഇങ്ങോട്ട് മാറ്റി വെക്കാം. അവിടെ ഇരുന്നോളൂ. കണ്ടോ, കണ്ടപ്പോൾ നമ്മുടെ ഉള്ളി നമ്മൾ അരിഞ്ഞിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. കണ്ടോ, വേസ്റ്റ് ഇവിടെ മൂലയിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. സോ ഇത് നമുക്ക് വേറെ ഭാഗത്ത് അരിഞ്ഞിട്ട് വേറെ ഭാഗത്തിലേക്ക് മാറ്റി വെക്കാൻ പറ്റും, കുഴപ്പമില്ല. ഇനി തക്കാളി അരിയണമെങ്കിൽ തക്കാളി എടുത്തിട്ട് അരിയാം. സോ അപ്പോൾ നമ്മളടുത്ത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. വാഷ് ചെയ്ത് തക്കാളി ഇരിക്കട്ടെ. സോ തക്കാളീൻ്റെ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ചില സമയത്ത് കേടുണ്ടാകുന്ന തക്കാളിക്ക് അതിങ്ങനെ കട്ട് ചെയ്ത് കളയുക. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുത്തും പുള്ളിയൊക്കെ ഉണ്ട്. കാരണം ഈ ഒരുപാട് മരുന്നൊന്നും അടിക്കാതെ തക്കാളിയൊക്കെ ആയതുകൊണ്ട് കേട്ടോ അങ്ങനത്തെ ഈ പാടും ഒക്കെ വരുന്നത് ചില പ്രാണികളൊക്കെ അറ്റാക്ക് ചെയ്യും. സോ നമ്മൾ ഓർഗാനിക്കായിട്ട് തക്കാളി സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ വരും. നമുക്കിത് വിടാക്കാം. ഏറ്റവും കൂടുതൽ തക്കാളി അരിയുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരിക. അങ്ങനെ തക്കാളി എന്നുള്ള വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടുതൽ തക്കാളി നമ്മൾ അരിയുമ്പം തക്കാളി എന്നുള്ള വെള്ളമൊക്കെ അലുത്തിങ്ങ് ഇറങ്ങും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ അത്. ഞാൻ ഇങ്ങനെ കുനുകുന അരിയുന്ന സമയത്ത് തക്കാളി എന്നുള്ള വെള്ളം പുറത്തേക്ക് വരും. അതാണ് ശരിക്കും പറഞ്ഞാൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സോ ആ വെള്ളം ഒലിച്ചു പോകും. സോ നിങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തും കൂടെ ഈ ഒരു ഗ്രൂ നമ്മൾ കൊടുക്കും കേട്ടോ. ഇങ്ങനെ റൗണ്ടാക്കും. അല്ല ഇവിടെ ചെറിയ ഒരു ഹൈറ്റ് കൊടുക്കണം. കാരണം ഇങ്ങോട്ടും ഒലിച്ചു പോകാൻ പാടില്ല. കാരണം ഇതിലെ വെള്ളം പതുക്കെ ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ നിങ്ങൾക്ക് വരുന്ന പ്രൊഡക്റ്റുകളിലൊന്നും ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇത് ഞങ്ങൾ റൗണ്ടാക്കി എടുക്കും. ഇവിടെയും കൂടെ ഒരു ഗ്രിപ്പ് കൊടുക്കും. അപ്പോൾ രണ്ട് സൈഡിൽ ഒലിച്ച് ഈ 3 സൈഡിലൂടെ ഒലിച്ച് അതിൽ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കും കേട്ടോ. ഡോണ്ട് വറി. കാരണം ഞാൻ അത് ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ സാധനം പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും നമ്മൾ കൃത്യമായി നമ്മൾ നോക്കും, എന്നിട്ടേ ചെയ്യൂ. സോ ഉപകാരപ്രദമായ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കട്ടിംഗ് ബോർഡിൽ ബെസ്റ്റ് തേക്കാട്ടോ, ഒരു സംശയം വേണ്ട. തേക്കിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫംഗസുകളെ ബാക്ടീരിയകളൊന്നും പേടിക്കേണ്ട. ഇതിൻ്റെ മേളിൽ ഒരു തരത്തിലുള്ള കോട്ടിങ്ങും കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തേക്കിൻ്റെ ആ ഒരു എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. കാരണം അതിന് ആ സ്വാഭാവികമായിട്ട് വരേണ്ട ഓയിൽ കണ്ടൻറ്റ് പുറത്തേക്ക് വരത്തില്ലല്ലോ, അത് അടഞ്ഞു പോകില്ലേ. സോ ജസ്റ്റ് നല്ല രീതിയിൽ പേപ്പർ എടുക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ ഞാൻ തക്കാളി
അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തക്കാളിയുടെ ജ്യൂസി ആയിട്ടുള്ള വെള്ളമൊക്കെ ഇത് ഒലിച്ചിറങ്ങി വരുന്നൊക്കെ ഉണ്ട്. ആ സുമി വിളിക്കുന്നുണ്ട്, എണീച്ചു എന്ന് വന്നു. ഞാൻ ഈ വീഡിയോ കുക്ക് ചെയ്തിട്ട് വീഡിയോ ഉണ്ടായിക്കൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. സോ നമുക്കൊന്ന് പോയി നോക്കാം സുമി എന്തിനാണ് വിളിച്ചതെന്നുള്ളത്. ഇത് ഇവിടെ ഇരിക്കാൻ കേട്ടോ. ഇപ്പോൾ കണ്ടോ വെള്ളം ഒലിച്ച് വരുന്നുണ്ടോ? ഈ വെള്ളമൊക്കെ ഒലിച്ച് ഇതിലൂടെ ഇറങ്ങി അങ്ങനെ പോയിക്കോളും. വിശക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. സോ നമ്മൾ കൂടുതൽ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പരിപാടി പണിപാടും. സോ ഞാനെപ്പോഴും പറഞ്ഞില്ലേ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് കണ്ടോ, ഇങ്ങനെ നമുക്ക് തുടയ്ക്കാൻ പറ്റും. സോ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഈ ഒരു അപ്രോണും ഈ ഒരു കട്ടിംഗ് ബോർഡും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഒരു വേസ്റ്റായിട്ട് തോന്നുകയല്ല കേട്ടോ. കാരണം അത് നിങ്ങൾക്ക് വർത്ത്ഫുള്ളായിരിക്കും. ഞാൻ 100% പറഞ്ഞു. എൻ്റെ അനുഭവത്തിൽ നിന്നാണ്, ഉപയോഗത്തിൽ നിന്നാണ്, നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്നും ഉണ്ടാക്കിയ 2 പ്രൊഡക്റ്റുകളാട്ടോ ഇത്. നമ്മുടെ കുക്കിംഗ് പോട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫെയിലായിപ്പോയി. പക്ഷേ ഇത് രണ്ടും നമ്മുടെ സ്വന്തം നിയന്ത്രണത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിയ. സോ അപ്പോൾ ഞാൻ ഇനി അടുത്ത കറി ഉണ്ടാക്കിയിട്ട് വരാം. കൂടുതൽ പറയാമെന്ന് വിശന്നിട്ട് സുമിയുടെ പോസ്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പഠിക്കൊന്നും പോകാത്ത കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് എഴുതിയിട്ട് നോക്കിയതാണ്. എടുത്ത ടൈം പോവും. അപ്പോൾ നമ്മുടെ ജയരാജിൻ്റെ ചപ്പാത്തി വരത്തിലായിട്ടാണ് നല്ല കിഡിലൻ റൗണ്ടായിട്ട് ജയരാജ് ചപ്പാത്തി വരത്ത്. നമ്മുടെ കിച്ചണിലെ അറേഞ്ച്മെൻറ്റൊക്കെ കുറച്ച് മോശമായിരിക്കും കേട്ടോ. കാരണം ജയരാജ് ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടോ, നല്ല റൗണ്ട് ചപ്പാത്തി. സോ ഈ ഭാഗം നോക്കണ്ട, ഇതൊക്കെ കുറച്ച് അലമ്പായിരിക്കും. ഇത് ഞാനെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നു. കുറച്ച് നീക്കി വെക്കാം കേട്ടോ. ഇതൊക്കെ ഈ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ സുമി ചീത്ത വിളിക്കും. മുട്ട ഇവിടെ പിടിങ്ങി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ അടുത്ത ചായ ഉണ്ടാക്കുന്നു. സോ പാൽ ചായ തന്നെ മതി എന്ന് പറഞ്ഞു. കട്ടൻ ചായ വേണ്ട. അപ്പോൾ ഞാൻ നല്ല പാൽ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. തിളയ്ക്കുന്നേ ഉള്ളൂ. ഓ ചട്ടി വെച്ചു നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള. സോ അപ്പോൾ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം അത് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ തക്കാളി ഇടുക, പച്ചമുളക് ഇടുക, ഇഞ്ചി വെളുത്തുള്ളി ഇടുക, കുറച്ച് തേങ്ങാപ്പാലൊഴിച്ച് കുറുക്കി മുട്ടയിട്ട് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുട്ടക്കറി. പിന്നെ മസാലാസൊക്കെ ഇടണം കേട്ടോ. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കുക. സോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല കാപ്പി പാർന്ന മുട്ടക്കറി. അപ്പം മുട്ടക്കറി അവിടെ ടേബിളിൽ കൊണ്ടുവച്ച് തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടക്കറി റെഡിയായി. ചപ്പാത്തി ഇത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വേണ്ടത് ചായയാണ്. ചായയും ഏകദേശം റെഡിയാണ്. ചായ റെഡിയാണ്. ചായ നന്നായിട്ടൊന്ന് ആറ്റിയെടുക്കാം. ചായയുടെ ടേസ്റ്റ് നന്നായിട്ട് ആറ്റിയെടുക്കണം കേട്ടോ. ചായ ടേസ്റ്റ് ആയി മാറുക. സോ നമുക്കപ്പോൾ നോക്കാം. നമ്മുടെ ചായ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആറ്റിയെടുക്കണം കേട്ടോ. അതിനായിട്ട് ആറ്റി ചായ പതഞ്ഞു വരണം. അതിനാണ് നമ്മുടെ മുഴുവൻ കളിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചായ സെറ്റാണ്. ചായ കൊണ്ടുപോകട്ടെ അവിടെ. ചപ്പാത്തി പോയി, കറി റെഡി ആയിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ചപ്പാത്തി കൊണ്ട് കൊടുക്കാം കേട്ടോ. കറിയൊക്കെ സെറ്റാണ്. മകളെ വരൂ. നല്ല ചപ്പാത്തിയും മുട്ടക്കറിയുമായിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ മുട്ടക്കറി എടുത്ത് വലിച്ചെറിയുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് സെറ്റാണ് കേട്ടോ. ഇതേപോലെ നമ്മുടെ മുട്ടക്കറി, നല്ല അടിപൊളി അടിച്ച പാൽ ചായ. സോ നല്ല കിടിലൻ ചപ്പാത്തി. ഇതാണ് സുമിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. വന്നിരുന്ന് കഴിക്കൂ. ചപ്പാത്തി ചപ്പാത്തി കട്ടി കൂടുതലാണ് അത്ര. എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയില്ലേ. മറ്റേ ചില സമയങ്ങളിൽ നമുക്ക് മറ്റേ ഇന്നസെൻ്റ് ഓർമ്മ വരാം. വല്ലാണ്ട് കളിക്കാൻ തുപ്പിടിച്ച് ഓർമ്മ വിട്ടോന്ന് പറഞ്ഞാൽ അതെ. കഴിക്ക്. എങ്ങനെയുണ്ട് എൻ്റെ കറി നോക്ക്.
എരിവ് കുറച്ച് കൂടുതലുണ്ടോ? കാര്യമായിട്ട് പറഞ്ഞാൽ മതി, നല്ലതല്ലെങ്കിൽ നല്ലതല്ലെന്ന് പറയാം. അപ്പോൾ അത് സുമി ഇവിടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ. അതായത് നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആള്. നാട്ടിൽ പോവാന്ന് വെച്ചാൽ ഞാൻ 2 മാസം കൂടി ഉണ്ട്. പക്ഷെ പതുക്കെ എന്നും എങ്ങനെയാ ഓരോ ദിവസം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ പറ്റുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ അയച്ചയച്ച് കുറേ തുന്നയച്ച, അതായത് ഉപയോഗിക്കാൻ കുറേ സ്പേസ് ഉണ്ട് ഇതിനൊക്കെ. അപ്പോൾ തുന്നയച്ചാൽ ഇടാൻ പറ്റുന്നതാണെങ്കിൽ ഇടാലോ, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകും. ഞാൻ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളെല്ലാം കൊണ്ടാണ് പോകുന്നത്. ബാക്കി ചെറുതോ അല്ലെങ്കിൽ ഇതൊക്കെ നല്ല കേട്ടോ, ഇപ്പോൾ പുതിയ കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ സൈസൊക്കെ നല്ലോണം മാറുമല്ലോ. അപ്പോൾ കറക്റ്റ് സൈസിനുള്ളതൊക്കെ ഞാൻ ഇവിടെ വെച്ച് പോകും. മരുന്നോട് പറയും ഇവിടെ ആക്കിയൊക്കെ കൊടുക്കാൻ. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊന്നും ചുരിദാറൊന്നും ഇടത്തില്ല നമ്മളെ പോലെ. ഇവിടെ കൂടുതലൊക്കെ ഇങ്ങനത്തെ ബനിയന്, അതുപോലെ അങ്ങനത്തെ ഫ്രോക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ ഇടാറുണ്ടാലും അവരെ മുണ്ടിൻ്റെ, അതായത് എടുത്തിട്ട് ചിറ്റേജ് പറഞ്ഞൊരു മുണ്ടുണ്ട് ഇവർക്ക് എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് ഉടുക്കുമ്പോൾ ഇവർക്ക് ഒരു ബനിയനും ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും. തമാലയൊക്കെ ഇടും കേട്ടോ. ഞാൻ തമാല പോയ സമയത്ത് തമാലയ്ക്ക് നാട്ടിൽ നിന്ന് ചുരിദാർ മേടിച്ചോണ്ടിട്ടുണ്ടായിരുന്നു, ചുരിദാറും ടീഷർട്ടൊക്കെ. തമാലേൻ്റെ ഇപ്പോഴും സ്റ്റാറ്റസിലുള്ള എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ ഞാൻ കൊടുത്ത ബനിയനും ആ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ഇട്ട് അതിന് പാൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ അതിന് മുകളിലൊരു മുണ്ട് കൊടുക്കും. ഇവിടുത്തെ ഒരു ഡ്രസ്സിങ് രീതി അങ്ങനെയാണ്, ചിറ്റേഞ്ചെന്നാണ് ഇവിടെ മുണ്ടിന് പറയാം. അതവർ ഉപയോഗിക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇങ്ങനെ സ്റ്റാറ്റസിൽ കാണാം. അവൾ പള്ളിയിൽ പോകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ ആയിട്ട് പോകണ കാണാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ 3 മാസത്തെ പരിചരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാം? അരുണേട്ടൻ്റെ പരിചരണത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം പറയാൻ വാക്കുകളില്ല. നന്നായി എന്നെ നോക്കിയിട്ടുണ്ട്. എന്താ പറയുക, വീട്ടുകാരുടെ മിസ്സിങ്ങേ ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ. എന്നെ അങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയില്ല, ഞാൻ ഇമോഷണലി ആയിപ്പോകും. സത്യം, കരുണേട്ടനെ വിട്ട് പോകാനേ കഴിയില്ല. പിന്നെ നമുക്ക് സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാറി നിൽക്കാന്നുള്ളതല്ലേ. കാരണം ഇവിടുത്തെ ഹോസ്പിറ്റലൊന്നും നമുക്ക് എനിക്ക് അത്ര, കാരണം ഞാൻ 2 എക്സ്പീരിയൻസ് കൂടെ 2-3 എക്സ്പീരിയൻസും കൂടെ ഇപ്പോൾ കടന്നു പോകണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് ഇവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിനോട് അത്ര താല്പര്യമില്ല. കാരണം ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ മലേറിയ വന്ന് അത് കുറച്ച് ഡേഞ്ചറായി മാറി. കുറേ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടുന്ന് പിന്നെ എങ്ങനെയൊക്കെ ഞാൻ രക്ഷപ്പെട്ട് വന്നത്. അവരൊക്കെ വിചാരിച്ച് നാട്ടിലേക്ക് തിരിച്ച് വിടേണ്ടി വരുന്ന വെച്ചാൽ കൈവിട്ട് പോകും എന്നുള്ള വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ ഒരു മിസ്കാരേജ്, പിന്നെ ഇപ്പോഴത്തെ അത് മിസ്കാരേജ് ഹോസ്പിറ്റലിൻ്റെ പ്രശ്നമല്ല, പക്ഷേ നമുക്ക് അവിടെ നിന്നുള്ള ഓരോ എക്സ്പീരിയൻസുകളൊക്കെ മനസ്സിലാവും. പിന്നെ ഇപ്പോൾ രണ്ടാമത്തത് ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ പ്രഗ്നൻസിക്കൊക്കെ നമുക്ക് നാട്ടിൽ പോകാനാണ് ഏറ്റവും. ഇവിടെയും മലയാളീസും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഇവിടെ ഡെലിവറി എടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് അത്ര ഒരു കംഫർട്ടബിൾ അല്ല. പിന്നെ നമുക്ക് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞാൽ നമ്മളെ പാരൻസൊക്കെ വേണം, ഒരുപാട് നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കണമല്ലോ, ഒരാൾ മാത്രം നിന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ അരനായിട്ട് നോക്കണേം കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ അരനായിട്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നാട്ടിൽ പോകണം. പിന്നെ വെച്ചാൽ കുറേ കൂടെ മെഡിക്കൽ സിസ്റ്റം ഇവിടത്തേനെക്കാട്ടും ബെറ്റർ നാട്ടിലല്ല, അത് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലത്തെ മെഡിക്കൽ സിസ്റ്റം അത് പുറത്ത് വന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. വിദേശത്ത് പോയി നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാടിൻ്റെ മെഡിക്കൽ സിസ്റ്റം നമുക്ക് മനസ്സിലാവുള്ളൂ, എത്രത്തോളം പുരോഗമനം ഉണ്ടെന്നും എത്രത്തോളം ഫാസ്റ്റ് ആണെന്നും എത്ര ബെറ്റർ ആണെന്നുള്ളതും. ഞാൻ പൊക്കി പറയുകയല്ല, നമ്മൾ അനുഭവങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ട് പറയാണ്. അപ്പം എന്തായാലും 2 മാസം കഴിഞ്ഞാൽ നാട്ടിൽ പോകണം. അത് ഒന്നാമത്തെ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും. ഇവിടെ ഒട്ടുമിക്ക എനിക്കറിയുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഒരു 4-5 മാസം 6 മാസം അല്ലെങ്കിൽ 4 മാസം ഡോക്ടർ ട്രാവൽ ചെയ്തു എന്ന് പറയുന്ന ടൈം മുതൽ ആൾക്കാർ നാട്ടിലേക്ക് പോകാറുണ്ട്. അവിടെയാണ് ഡെലിവറി കഴിഞ്ഞ് പിന്നെ കുഞ്ഞിന് കുറച്ച് വലുപ്പമൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. 6 മാസം 5 മാസം മുതലൊക്കെ കുഞ്ഞിനെ കൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരാറുണ്ട്. അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ ഈ ഡെലിവറി സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ ഹോസ്പിറ്റലും അരുണേട്ടൻ്റെ പരിചരണത്തിനൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. എനിക്ക് ചില നേരത്തെ ദേഷ്യം വരും, നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഓരോ മൂഡ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അരുണേട്ടനോടുള്ള ദേഷ്യമല്ല, നമുക്ക് ഈ സ്മെല്ലിൻ്റെ പ്രശ്നം, ഛർദ്ദിക്കാൻ വരിക, വായൻ്റെ പ്രശ്നം, നമുക്കൊന്നും ചിലപ്പോൾ തിന്നാനൊന്നും വയ്ക്കൂല. അപ്പോൾ പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളെക്കാൾ കുറവാണ്. അതായത് ഞങ്ങൾ ഇത്രയും ഉള്ളിലേക്കായതുകൊണ്ട് സിറ്റിയിലാണെങ്കിൽ ഓക്കെ ഓരോരോ കടകളിലും ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഓരോന്ന് മേടിച്ചുകൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതേപോലെ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഇത്രയും ഉള്ളിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല. ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ. പക്ഷേ ഈ 2-3 മാസം
ശരിക്കും പറഞ്ഞാൽ അരുണേട്ടൻ ഓരോന്ന് എനിക്ക് പറ്റില്ലെങ്കിൽ വേറെ ഉണ്ടാക്കി തരും. അങ്ങനെ ഡിഫറെൻറ്റ് അരുണേട്ടനെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഒരു 3 മാസത്തോളം ജീവൻ പിടിച്ച് നിർത്തിയത് കേട്ടോ. കാരണം നമുക്കറിയാം വിശപ്പിൻ്റെ ഒരു വേദന, വിശപ്പിൻ്റെ വില അല്ലെങ്കിൽ വിശപ്പിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ആ ഒരു വികാരം എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവും. മറ്റൊന്ന് നമ്മളെങ്ങനെയാ വിശക്കണേന് മുന്നേ തന്നെ രാവിലെ ഉച്ച വൈകുന്നേരം രാത്രി എന്ന് പറഞ്ഞാൽ കഴിക്കില്ല, അപ്പം നമുക്ക് അങ്ങനെ വിശപ്പ് അറിയുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴൊക്കെയാണ് നമുക്ക് തിന്നാൻ പറ്റാതെ ആകുമ്പോഴേ പല പ്രശ്നങ്ങളും വരും. അതിനായിട്ട് അതൊക്കെ കുറേ മാനേജ് ചെയ്ത് കുറേ എന്നെ നോക്കിയിട്ടു. താങ്ക് യു. എന്തായാലും ഇത്രയും പുകഴ്ത്തലൊക്കെ കേട്ടതായാലും ഞാൻ പോയി കുളിക്കട്ടെ. ഇതല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. ഞാൻ പറയുന്നത് എനിക്കറിയാലോ, ഞാൻ വർത്താനം പറയുന്നുണ്ട് അങ്ങനെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ നന്നായിട്ട് സംസാരിക്കും കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. പക്ഷെ എനിക്ക് ആദ്യം ഒന്ന് കംഫർട്ടായി വരണം. കംഫർട്ടായി വരുന്ന നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് വരണം. നിങ്ങളോടാകുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ് ഞാനും നിങ്ങളും തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയി വന്നിട്ടുണ്ട്. നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ ഈ ഫോണിൽ കൂടെ അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ച് പോകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തും കൂടും. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.